Yes, Shamina. Good afternoon, sir. Anushandi, good afternoon. Good afternoon, sir. Okay, Lisa. Good afternoon. Soumya. Simi, good afternoon. Manju, good afternoon. Soumya Anish Ajumala, good afternoon. Good afternoon, sir. Good afternoon, sir. Yes, good afternoon. Soumya, good afternoon. Yes. ആരംഭിക്കാം. ഞാൻ പോകാനുള്ളവരൊക്കെ ഒന്ന് പോയി കഴിയട്ടെ ഇത് വെച്ച് വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ടെൻസ് കഴിഞ്ഞു. യെസ് അനു, ടെൻസ് കഴിഞ്ഞു. ടെൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് പാസീവ് വോയിസിലേക്ക് കടന്നു. പാസീവ് വോയിസിലേക്ക് കടന്നിട്ട് പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ പാസീവ് വോയിസ് ഓരോ ടെൻസിന്റെയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് വേറെ സംഗതിയോട്ട് നമുക്ക് കിടക്കാം. യെസ്, മഞ്ജു ജയൻ. മഞ്ജു. യെസ്, ഷാബിന. ഷാബിന. അജ്മല. മൈക്കോണാക്ക് ഷാബിന ഒരു കാര്യം ചോദിക്കാൻ പറ്റി വിളിച്ചാണ്. Yes, sir. Yes. Okay. How are you, Shabina? I am fine. Yes. Shabina. What about you, sir? Yes, I am also very fine. Yes. Okay. About Shabina. Yes. Shabina. Papa വരുന്നത് ഷാജല അല്ലേ? സഹോദരനാണോ സഹോദരിയാണോ ഉള്ളത്? ആരുമില്ല. യെസ്. അമ്മയില്ലേ? യെസ്. യെസ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, അതിന്റെ ഒരു മറുപടി പറഞ്ഞാൽ മതി. സിറ്റുവേഷൻ പറയാം. രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വൈകുന്നേരം വരുന്നത് ഒരു 7 മണിയാകുമ്പോൾ വിചാരിക്കും. പോകുന്നതിന് മുമ്പ് ഷാബിനോട് പറയുകയാണ്, ഇന്ന് ഞാൻ 5 മണിക്ക് വരാം എന്ന് പറയും. ഇന്ന് ഞാൻ 5 മണിക്ക് വരാം. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ഷാബിന അടുക്കളയിൽ ചെന്ന് അമ്മയോട് പറയാണ്, അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേണ്ടത്. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞു. He will come evening 5 o'clock. 5 o'clock. അപ്പൊ അദ്ദേഹം 5 മണിക്ക് വൈകുന്നേരം വരും. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന പോലെ പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഓക്കെ, അത് ആലോചിച്ചു ഷാബിന. അനുശാന്തി. അനു. രമ്യ. അനു ഒന്ന് പറഞ്ഞു നോക്കി. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് നടക്കാൻ പറയാനുള്ള
He will be come 5 o'clock. ഒന്നുകൂടി പറഞ്ഞേ. He will be come 5 o'clock. He will be come at 5 o'clock. അപ്പൊ അച്ഛൻ വരികയായിരിക്കും. will be ആയിരിക്കും എന്നാണ്. ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യാമോ? അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി വേണം. Yes. Okay, no problem. ആർക്കെങ്കിലും പറയാമോ? മെഹ്റുന്നീസ. Dad said to me that he would come at 5 p.m. Yes, very good. Correct. ഇത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടൊരു സംഗതി വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഇതാണ് റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്ന സംഗതി. നമ്മളൊരു കാര്യം പഠിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തിന് വരും. ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾ ഉണ്ട്. രാവിലെ തന്നെ ഒരു ചെറിയ കുട്ടി വായിക്കുക, മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് ഉറക്കെ വായിച്ചു പഠിക്കുകയാണ്. കാരണം ക്ലാസ്സില് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തപ്പോ മൈ ഹെഡ് എന്റെ തല എന്ന് ടീച്ചർ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടി മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറയുന്നു. യെസ്. ഇനി അത് കേട്ട് വരുന്ന അച്ഛൻ എന്ത് പറയാണ്? മോളെ, മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ തലയല്ല, മൈ ഹെഡ് എന്റെ തല. അപ്പൊ പിന്നെ കുട്ടി എന്ത് ചെയ്തു? മൈ ഹെഡ് ടീച്ചർ എന്നുള്ളതിന് പകരം അവിടെ എന്ത് ചെയ്തു? അച്ഛനായി. മൈ ഹെഡ് അച്ഛന്റെ തലയെന്നായി. അങ്ങനെ പഠിക്കാണ്. അത് കേട്ട് വരുന്ന അമ്മ എന്ത് ചെയ്തു? അത് തിരുത്തി. മൈ ഹെഡ് എന്ന് പറഞ്ഞ അച്ഛന്റെ തലയെന്നല്ല, എന്റെ തല എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? അച്ഛൻ എന്നുള്ളതിന് പകരം പിന്നെ എന്ത് ചെയ്തു? അമ്മ എന്ന് ചേർന്നു. യെസ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ഷാബിനോട് ആദ്യം ചോദിച്ചപ്പോ 5 മണിക്ക് വരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വരും. 5 മണിക്ക് വരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ സമയം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കേട്ട കാര്യം വേറെ സ്ഥലത്ത് നമ്മൾ എങ്ങനെ പറയും. ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് അനുശാന്തിയോടൊരു കാര്യം പറയാം. ഞാൻ അനുശാന്തിയോട് പറഞ്ഞ കാര്യം അനുശാന്തിക്ക് വേറെ ആളോട് പറയാം. അതുമല്ല എങ്കിൽ ഞാൻ അനുശാന്തിയോട് ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന മഞ്ജു വേറെ ആളോട് അത് ഇന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആരോടാണോ പറയുന്നത് അയാള് വേറെ ആളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ടെൻസ് ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓരോ ടെൻസ് വരുമ്പോഴും ഏത് ടെൻസിലേക്കാണ് മാറ്റേണ്ടതെന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ഒരു 12 ടെൻസിൽ പോകും. ആ ടെൻസിൽ ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രീതിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. യെസ്. അപ്പൊ ഒരു വാചകം ഞാനിവിടെ പറയുന്നു. എനിക്കോ ഷീ സെറ്റ്, ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള ഐ ലവ് ഇന്ത്യ. ഷീ സെറ്റ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടുക ഐ ലവ് ഇന്ത്യ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ 2 വെർബിനെ കാണാം. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള ലവ് എന്ന് പറയുന്ന ഒരു വെർബ്, പിന്നെ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള സെഡ് എന്ന് പറയുന്ന വേറൊരു വെർബ്. 2 വെർബിനെ കാണാം. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? സെഡ് ആണ്. ആ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ പ്രസന്റ് ടെൻസ് ആണ്.
അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വേറെ രീതിയാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. കടന്നില്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു റിപ്പോർട്ടർ സ്പീച്ച് തയ്യാറാക്കുന്നത്, പറയുന്നത്, എഴുതുന്നത്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഇൻവെർട്ടർ കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം ഏത് ടെൻസിലുള്ളതെന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ 12 ടെൻസിൽ ഏത് ടെൻസിൽ വരും? ആർക്കൊഴിയും പറയാം. സിമ്പിൾ പ്രസന്റ്. ഓക്കെ മഞ്ജു, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഓക്കെ. അജ്മല, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അജ്മല പ്രസന്റ് സിമ്പിൾ പ്രസന്റ് വേറെ കറക്റ്റ്. കറക്റ്റ് ആണ്, സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇനിയാണ് ഞാൻ എന്റെ നിയമം പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. ഇതാണ് എന്റെ നിയമം. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റിയതാണ്? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. യെസ്, അത് മാറ്റം ഓർത്തിനാണ്. സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്കിവിടെ നോക്കാം. ഷീ സെറ്റ്, അവൾ പറയുകയാണ് ഐ ലവ് ഇന്ത്യ. അപ്പൊ നോക്കി, ഐ ലവ് ഇന്ത്യ, ആ ഐ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മൾ നാടകത്തിന്റെ പുസ്തകങ്ങൾ വായിക്കില്ലേ? നാടകത്തിന് ഷീ. ഓക്കെ ഷാബിന, ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. നാടകത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ നാടകത്തിന്റെ ലെഫ്റ്റ് സൈഡില് കഥാപാത്രത്തിന്റെ പേരുണ്ടാവും, ഇൻസ്പെക്ടർ. രണ്ട് കുത്ത്, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പൊ കള്ളൻ, ഞാൻ മോഷ്ടിക്കാൻ പോകുന്നു. അപ്പൊ ഓരോരുത്തരുടെ ഡയലോഗ് ഡയറക്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവളിപ്പോ തൽക്കാലത്തേക്ക് ഞാനൊരു പേര് പറയുന്നത് രമണി. രമണി സെറ്റ് ഐ ലവ് ഇന്ത്യ. അപ്പൊ ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? രമണി തന്നെയാണ്. യെസ്. ഇനി അവിടെ ഐ എന്നുള്ളതിന് പകരം അവിടെ വി എന്താണ് വന്നത് ചോദിക്കും. WEV, വി. ഇവിടെ ഷീ സെറ്റ് എന്നുള്ളതിന് പകരം ദേ എന്നാണ് പറഞ്ഞത് ചോദിക്കും. അവർ. ദേ സെറ്റ് വി ലവ് ഇന്ത്യ. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ എന്ത് വരും? ആ വി എന്ന് പറഞ്ഞാലും ദേ തന്നെ. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകങ്ങളിൽ ഐ എന്നോ വി എന്നോ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് തന്നെ അവിടെ വരികയുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പൊ അത് പിടികിട്ടി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, അതങ്ങനെ വരുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ അകത്തൊരു വാചകം കൂടി ചേർക്കുകയാണ്. ഷീ സെറ്റ് ഐ ലവ് മൈ ഇന്ത്യ. ഐ ലവ് മൈ ഇന്ത്യ. അവൾ പറയാണ് ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് പറയുന്നത് ആരോടാണ്? നിതയോടാണ് പറയുന്നത്. നിത ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിത വീട്ടിലുള്ള സഹോദരനോട് പറയാണ് അവൾ പറഞ്ഞു അവൾ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ തെറ്റാണ്. അപ്പൊ ആരുടെ ഇന്ത്യയായി? നിതയുടെ ഇന്ത്യയായി. അവൾ പറഞ്ഞു അവൾ അവളുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്, അങ്ങനെ തന്നെ പറയാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഷീ സെറ്റ്, ആ മൈ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹേർ എന്നായിട്ട് മാറും. ഹേർ. ആ ഷീ എന്നുള്ളതിന് പകരം അവിടെ ഹീ ആണ് വന്നിരുന്നെങ്കിൽ ഹെയർ എന്നുള്ളതിന് പകരം എന്തായേനെ? ഹിസ് ആയേനെ. യെസ്. അപ്പോ നിങ്ങളോട് ഒരാൾ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.
ഐ ലവ് യു. ഇത് അനുവിനോടാണ് ഒരാളെന്ന് വിചാരിക്കും. അനു അത് ചെന്ന് വീട്ടിൽ ചെന്ന് സഹോദരിയോട് പറയാണ്. എങ്ങനെ പറയും? എന്ന് പറയും, അവൻ പറഞ്ഞു അവൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ സഹോദരിയായി പോവില്ലത്. അപ്പൊ എന്ത് പറയണം? അവൻ പറഞ്ഞു അവൻ എന്നെ സ്നേഹിക്കുന്നുള്ളത്. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു മീനിങ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. യെസ്, ഇംഗ്ലീഷില് ഏറ്റവും അധികം ആളുകൾ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ് ഇത്, ഈ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി. പക്ഷെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് അറിയണം. ആ ടെൻസ് അറിയുകയും അത് ഏത് ടെൻസ് എങ്ങോട്ട് മാറ്റണം നമ്മൾ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങളൊക്കെ. പിന്നെ പകുതി മാർക്ക് ടെൻസ് കറക്റ്റായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കല്ലോ, നിങ്ങൾ വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തി നിങ്ങൾക്ക് ഉപകാരപ്പെടും. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് എന്നാണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യാം? ടോൾഡ് എന്നൊന്നും മാറ്റിയത്, TOLD, ടോൾഡ്. എന്നിട്ട് ഒരു ദാറ്റും കൂടി ചേർക്കുക. എന്ത് ചേർക്കുക? ദാറ്റ്. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് നമുക്ക് റെഡിയാക്കാം. സെന്റൻസ് ഇതാണ്, ഷീ സെഡ് ഐ ലവ് മൈ ഇന്ത്യ. അപ്പൊ നോക്കിയേ, ഷീ ടോൾഡ് ദാറ്റ്. അത്രയും പറയാൻ കറക്റ്റ് ആണ്, ഷീ ടോൾഡ് ദാറ്റ്. പിന്നെ ഇനിപ്പെട്ട കോമ വേണ്ട. പിന്നെ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? അവള് തന്നെയല്ലേ. ഷീ ലവ് പ്രസന്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഓർമ്മയുണ്ടാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് കിട്ടി, അപ്പൊ ഷീന്ന് കിട്ടി. പിന്നെ ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ലൗഡ്. മൈ എന്നുള്ളത് നമ്മൾ ഹെയർ നോക്കി, ഹെയർ ഇന്ത്യ. പിന്നെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ലൗഡ് ഹെയർ ഇന്ത്യ. ഷീ ടോൾഡ് ദാറ്റ് ഷീ ലൗഡ് ഹെയർ ഇന്ത്യ. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. ഇനി ഞാൻ വേറൊരു വാചകം പറയുകയാണ്. ഷീ സെറ്റ്, അവള് പറഞ്ഞു. യു ആർ ഗുഡ് അല്ലേ? യു വർക്ക് ഇൻ ബാങ്ക്. ഒരു പെൺകുട്ടി പറയാണ്, അജബല്ല നോക്കിക്കൊണ്ട് പറയാണ്, യു വർക്ക് ഇൻ ബാങ്ക്. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഒരു കുട്ടി പറഞ്ഞത്. അത് അജ്മലിനോട് നേരിട്ട് പറയാം, കാരണം അജ്മൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അജ്മലിനെ നോക്കിയിട്ട് നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അജ്മല അത് സൗമ്യനോട് പറയുമ്പോൾ എന്ത് പറയും? അവൾ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നതെന്ന് സൗമ്യനോട് പറഞ്ഞത് സൗമ്യയായി പോയില്ലേ, ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അജ്മല സൗമ്യനോട് പറയുമ്പോൾ എന്ത് പറയണം? അവൾ പറഞ്ഞു ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നത്. യെസ്, അങ്ങനെ വല്ല. അപ്പൊ യു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഐ ആവും. ആ യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഐക്ക് പകരം ചിലപ്പോൾ അത് വി ആയിട്ട് മാറും. ഐക്ക് പകരം അത് വി ആയിട്ട് മാറും. യെസ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം. യെസ്, ഇവിടെ കിട്ടിയാലോ? വെരി സിമ്പിൾ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ സെറ്റ് യു വർക്ക് ഇൻ ബാങ്ക്. അപ്പൊ അത് നമുക്ക് എഴുതാം. ഷീ ടോൾഡ് ദാറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. യു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഐ ആവാം, അല്ലെങ്കിൽ വി ആവാം. ഐ വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്, വർക്ക്ഡ് ഇൻ എ ബാങ്ക്. അതാണ് അതിന്റെ ആൻസർ. ഷീ ടോൾഡ് ദാറ്റ് ഐ വർക്ക്ഡ് ഇൻ എ ബാങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിക്കേണ്ടത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് രണ്ട് വെർബ് ഉണ്ടാവും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത്, ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളത്. പുറത്തുള്ള വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച് തയ്യാറാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. യെസ്, ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസും ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസുമാണെങ്കിൽ അതിനെ സിമ്പിൾ
പാസ്റ്റിലേക്ക് മാറ്റി എഴുതിയത്. സിമ്പിൾ പാസ്റ്റിലേക്ക്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ ഇത് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ മാറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കറക്റ്റ് നിയമം മനസ്സിലാക്കുക. പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റിലേക്ക് തന്നെ മാറ്റിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നിട്ട് വായിച്ചൊക്കെ പറയാം, നിങ്ങൾക്ക് അതൊന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്ക്. എഴുതിയോ? She said. She said. I study STUDY. I study English poem. Inverted comma close here. I study English poem. അടുത്തത് he said. SAID. He said. ഇൻവെർട്ടഡ് കോമ എഴുതുക. I sing SING. Sing a song. A song. ഓക്കെ, മൂന്നാമത്തെ വാചകം എഴുതുക. Boys said. BOYS. Boys said. 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 ഇൻവെർട്ടഡ് കോമ എഴുതുക. We play cricket. We play cricket in the evening. EVENIH. In the evening. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും നോക്കി.
ഓക്കെ, ഷാബിന കഴിഞ്ഞോ? ഷാബിന, യെസ്. അപ്പൊ ആദ്യത്തിന്റെ ആൻസർ ഒന്ന് വായിച്ചു ഷാബിന. ഞാൻ ചോദ്യം ഞാൻ വായിക്കാം. ഷീ സെറ്റ്, അത് നമുക്ക് ശരിയാക്കാം. നോ കുഴപ്പമില്ല. ഷീ സെറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ബോയ്. അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ഷീ ടോൾഡ് ദാറ്റ് she studied, STUDIED, she studied English. അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. സംശയമുള്ളവർ ചോദിക്കും. അങ്ങനെ എഴുതുക ഷാബിന. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മെഹ്റുന്നീസ രണ്ടാമത്. He said I sing a song. She told that she sang a song. Very good. He told that he sang. Sing വളരെ പശസ്. Sang a song. He ആണത്, ഞാൻ she വല്ല. സോറി. അത് കുഴപ്പമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. അടുത്തത് ഇതാ വായിക്കാമോ? Boys said we'll play cricket in the evening. ആൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്. യെസ്. അജ്മല. സൗമ്യ. അനുശാരതി. സൗമ്യ പറയുന്നുണ്ട്. പറഞ്ഞോളൂ സൗമ്യ. Boys told that ബോയ്സ് ആണ്. കാരണം വീന്നല്ല വന്നേക്കണം. boys told that I played എന്ന് വരും. I played cricket in the evening. ഓക്കെ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാല് പകുതി മാർക്ക് എന്താ പറയുക സൗമ്യക്ക് കിട്ടും. യെസ്. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എവിടെ പറയും ആ ബി എന്ന രീതിയില് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, മനസ്സിലിങ്ങനെയൊക്കെയാണ്. ആൺകുട്ടികൾ കുറച്ചുപേര് അവിടെ നിൽക്കുകയാണ്. അവര് പറയുന്നു ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അത് പറയുന്ന ആരോടാണ്? സൗമ്യയോടാണ്. എന്നിട്ട് ആൺകുട്ടികളും പോയി. സൗമ്യ ഇത് ആരോട് പറയുന്നു? രമ്യനോട് പറയുന്നു. അപ്പൊ എന്ത് പറയും? ആൺകുട്ടികൾ പറഞ്ഞു അവർ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്ന്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അവിടെ ബി എന്നുള്ളത് എന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും. കിട്ടിയ സൗമ്യ? അപ്പൊ അവിടെ മാത്രമാണ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. വി പ്ലേഡ് എന്നുള്ളത് ദേ പ്ലേഡ് എന്നല്ല. അതെ, നമ്മൾ ആലോചിച്ച് വെക്കാൻ മതി. യെസ്. ആൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ കളിക്കാറുണ്ട്. അത് നേരിട്ട് പറയരുത്. അത് കഴിഞ്ഞതിന് ശേഷം സൗമ്യ വേറെ നമ്മൾ പറയും ആൺകുട്ടികൾ പറഞ്ഞു ഞാൻ കളിക്കാറുണ്ടെന്ന് ആക്കാൻ പറ്റില്ല. ഞാനല്ല, അവരാണ് കളിക്കുന്ന കാര്യം പറഞ്ഞത്. യെസ്, ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് he said I ഇങ്ങോട്ട് കൊമ്പേട്ട. I bring BRING. I bring my textbooks. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. I bring my textbooks. അടുത്തത് they said. ഇനി ഇവിടെ കൊമ്പൻ എഴുതുക. we use our our mobiles, MOBILES. we use our mobiles. ഒന്നോട് എഴുതുക. they said
They said. Inverted comma എഴുതുക. We miss 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 our or your our train TRAIN. We miss our train. Inverted comma close. Okay, very good. Last ഒന്നുകൂടി പറയണം അല്ലേ? They said we miss our train. തീവണ്ടി train TRAIN. കഴിയുമ്പോ പറഞ്ഞാൽ മതി.
ഓക്കെ. മഞ്ജു വായിച്ചോളൂ. He said, I bring my textbook. ആ He told that I brought my textbooks. മഞ്ജു രണ്ട് സ്ഥലത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഐ എന്നുള്ളത് മാറി വരും, മൈ എന്നുള്ളത് മാറി വരും. നേരിട്ട് Told me. നീ ഒന്നും വേണ്ട, ഈ ടോൾഡ് തരാം, അവിടെ പറയാൻ കറക്റ്റ് ആണ്. He told brought ദാറ്റ് ഈ ടോൾഡ് അവിടെ പറയാൻ കറക്റ്റ് ആണ്. ഐക്ക് പകരോട് എന്ത് വരും? me. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഐ എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കിയേ, സെന്റൻസിന്റെ അർത്ഥം നോക്ക്. അവൻ പറഞ്ഞു, അവൻ പറഞ്ഞു. He told that he brought. അപ്പൊ കറക്റ്റ് ആയി. He told that he brought. അത്രയും കറക്റ്റ് ആയി. ഇനി മൈ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് വരും? അവൻ നേരിട്ട് പറഞ്ഞപ്പോഴാ പറഞ്ഞു, ഞാൻ എന്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മഞ്ജു എന്ന് കേട്ടിട്ട് വേറെ ആളോ പറയുമ്പോ എന്ത് പറയും? അവൻ പറഞ്ഞു അവന്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പിന്നെ ഇപ്പൊ കറക്റ്റ് ആയില്ല. അപ്പൊ ആദ്യം അങ്ങനെ കറക്റ്റ് ചെയ്ത് ആ സയൻസിലോട്ട് വന്നില്ല. ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞപ്പോ കറക്റ്റ് ആയി. കറക്റ്റ് ചെയ്ത് പറഞ്ഞു. He told that he brought his textbooks. Very good. Correct. Very good. Yes. Shabina, അടുത്ത പറഞ്ഞു. They said we use our mobiles. Yes. They told that they used പാക്കിയിട്ടില്ല. അവർ വരുമ്പോ ഓക്കെ, ഒന്ന് ആലോചിക്കുക. അവര് പറയുന്നു, ഒന്നിലധികം ആൾക്കാരുണ്ട്. ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. അത് ഷാബിനോടാണ് പറഞ്ഞു. ഞങ്ങളുടെ മൊബൈലിൽ ഒരു 10 പേരുണ്ട്. 10 പേരെ പറഞ്ഞു ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. ഷാബിന അത് മെഹ്റൂനിസ്റ്റോട് പറയുമ്പോൾ എന്ത് പറയുന്നു? അവര് പറഞ്ഞു അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. സ്പെല്ലിംഗ് THEIR. They told that they used their mobiles. Correct. Very good. Okay, Mehrunisa, അടുത്തത്. They said we miss our train. They told that they missed their train. They had missed their train. They missed. Yes. They told that they missed, MISSED, missed their, THEIR, their train. ആലോചിക്കില്ല. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക്. യെസ്. അപ്പൊ ഒരു ദിവസം ഒരു ടെൻസിന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. Yes. So now I am going to ask you some questions, vocabulary questions. നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ H എന്നായിരിക്കണം. H. ഹെലികോപ്റ്റർ H. Yes. Okay, let us start.
Another word for hello. Another word for hello. Mehrunisa, Manchu, Ajmala. Mehrunisa, Manchu, Manchu, Ajmala. Correct answer. Hi. Okay. Next sentence. A sound that snakes make. A sound that snakes make. Mehrunisa, Manju, Nida. Mehrunisa, Manju, Nida. Correct answer is H-I-S-S. Very good, very good. ഇനി ഒരു fill in the blanks ആണ് പൂരിപ്പിച്ചാൽ മതി. ഡാഷ് പോട്ടർ, POTTER. ഡാഷ് പോട്ടർ. വാട്ടർ അല്ല, പോട്ടർ, POTTER, പോട്ടർ. മെറീസ പോട്ടർ ഒരാളുടെ പേരിന്റെ ഷാബിന മഞ്ജു അജമല. ഷാബിന, മഞ്ജു ആൻഡ് അജ്മല. മെഹ്റുന്നീസ അത് വാട്ടർ എന്നുള്ള തെറ്റിദ്ധരിച്ചു. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ പീസ്, PIEC, പീസ്. A square piece of cloth used to blow the nose, NOIC. A square piece of cloth used to blow. Shabina, Mehrunisa, Ajmala. Shabina, Mehrunisa and Ajmala. Handkerchief. Okay, okay, okay. A square piece of cloth used to blow the nose. Next question. Opposite of sad, SAD, sad. Nida, Mehrunisa, Manju. Nida, Mehrunisa and Manju. So correct answer? The answer is happy, HAPPY. A shape, SHAPE, a shape which represents love. A shape which represents love. Mehrunisa, Shabina, Nida. Mehrunisa, Shabina and Nida. Correct answer, Anna. The answer is heart. Okay, which represents love. Something split into two, TWO2. Something split into two. Mehrunisa, Nida, Ajmala. Mehrunisa, Nida and Ajmala. Correct answer is half. Anything split into two, half one. Yes,
Okay. Next question. A short name for hippopotamus. A short name for hippopotamus. Ajumala, Nida, Mehrunisa. Ajumala, Nida, and Mehrunisa. Correct answer. The answer is hippo. That is the correct answer. Next. The past tense of help. Past tense of help. Help in the past tense. Manju, Nida, Soumya. Manju, Nida, Soumya. Yes, sorry, ED double to it. Yes, very good, very good. The wizarding school in Harry Potter is called dash. The wizard WIZARDING wizarding school in Harry Potter is called dash. The ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. The wizarding 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 school in Harry Potter is called dash. Yes. Arula, Mehrunisa. Okay, Shabina, very good. Yes. Oh, Shabina, Ajumala. Very good. Shabina and Ajumala. Very good. Yes. Another word for vacation. Another word for vacation. Mehrunisa, Nida, Ajumala. Mehrunisa, Nida, and Ajumala. Hello, Yes. sir. Yes. സർ ഒരു അത്യാവശ്യം ഉണ്ട് എനിക്ക് ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന് ആള് വന്നിട്ടുണ്ട് അപ്പൊ ക്ലാസ് കട്ട് Okay. ചെയ്തിട്ട് No problem. Yes. Anyway. Yes. അടുത്തത്. A state in India. ഇത് ഇഷ്ടംപോലെ ആൻസർ ഉണ്ട്. അതിലേക്ക് എടുക്കാം. A state in India. Yes. Mehrunisa. Mehrunisa, Manju, Shabina. Mehrunisa, Manju, and Shabina. Yes. Yes. അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയും. നിങ്ങളതിന്റെ വൺ വേർഡ് പറയാം. അതേ അർത്ഥം വരുന്ന വാചകം പറയാം. ട്രിക്ക്, TRICK. ട്രിക്ക് or treat, TREAT. Trick or treat. Trick or treat.
റിക്കോർഡ്. ഓക്കെ അജ്മല, ഷാബിന, ഞാൻ പറയുന്നതാണ് വിചാരിച്ചത്. മെഹ്റുന്നീസ, അജ്മല, ഷാബിന ആൻഡ് മെഹ്റുന്നീസ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അതിനകത്ത് വരുന്ന അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പോയിന്റുകൾ പറയുന്നു. സൗമ്യ പോയി, എന്നാലും 1 പോയിന്റ് സൗമ്യക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ജുവിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ഷാബിനക്കും മഞ്ജുവിനെ പോലെ 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. നിതയ്ക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. അജ്മലക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അജ്മൽ. മെഹ്റുന്നീസയാണ് കളിയിലെ ക്യാമൻ. മെഹ്റുന്നീസക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് നെക്സ്റ്റ് ടെൻസിന്റെ റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ സി. Thank you, sir. ഓക്കെ, വെൽക്കം.